നമ്മൾ സമുദ്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ചില നേരങ്ങളിൽ കടൽ അല്ലെങ്കിൽ സമുദ്രം ശാന്തമായിരിക്കും. ചെറിയ ചെറിയ തിരമാലകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കടൽ നല്ല ശാന്തതയിലായിരിക്കും. എന്നാൽ ചില നേരങ്ങളിലാകട്ടെ കടൽ പ്രക്ഷുബ്ധമാവും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കടൽ ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമാവാറുണ്ട്. ശാന്തതയുള്ള സമയങ്ങളിൽ കടൽ അപകടകാരിയാകാറില്ല. എന്നാൽ പ്രക്ഷുബ്ധമായ സമയത്ത് തിരയിൽ പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ജീവനെ ചിലപ്പോൾ തിരിച്ചു കെട്ടിയെന്ന് വരില്ല. അതുപോലെയാണ് ജീവിതവും. ജീവിതത്തിൽ ചില സമയങ്ങൾ എന്തായിരിക്കും? വളരെ ശാന്തതയുള്ളതായിരിക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് ആണെങ്കിലോ പ്രശ്നങ്ങളായിരിക്കും. ശരിയല്ലേ? ശരിയാണ്. ചില സമയങ്ങളിൽ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ നമ്മെ തകർക്കുന്ന പ്രശ്നങ്ങൾ പോലും ഉണ്ടായേക്കാം. അപ്പം ഈ സമയങ്ങളിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ആ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ എന്ത് ചെയ്യണം? സധൈര്യം നേരിടാൻ ഉള്ളൊരു മനക്കരുത്ത് നമ്മൾ ആർജിക്കണം. അതാണ് വേണ്ടത് കേട്ടോ. ജീവിതമാണ്, ഞാൻ പറഞ്ഞല്ലോ, സമുദ്രത്തിലെ പോലെ തിരമാലകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നങ്ങളെ വളരെ സധൈര്യം നേരിടുക കേട്ടോ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക കേട്ടോ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുക. അതാണ് വേണ്ടത്. പലരും ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകാറുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ആ പ്രശ്നത്തിനുള്ള പരിഹാരം അവർ തേടുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് അവർ കുഴപ്പത്തിലാകാനുള്ള കാരണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തുള്ള ഒരു പൂട്ടും താക്കോലില്ലാതെ നിർമ്മിക്കപ്പെടുന്നില്ല. എത്ര വലിയ പൂട്ടാണെങ്കിൽ പോലും അതിനെന്തുണ്ടായിരിക്കും? ഒരു താക്കോൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു താക്കോല് പണിയാൻ കഴിയുമെന്ന്, ആ താക്കോല് നിർമ്മിക്കുവാൻ കഴിയുമെന്നാണ്. എത്ര വലിയ പൂട്ടിനും ഒരു താക്കോല് നിർമ്മിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഉണ്ടാകും? ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പോരായ്മകളെ അതിജീവിക്കുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതെല്ലാ വീടുകളിലും ഞാൻ പറയുന്നതാണ്. നമ്മൾ നന്മപരമായ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുക കേട്ടോ. തിന്മയിലൂടെ നമ്മൾ ജീവിതത്തിൽ ഒരു തിന്മ ജീവിതത്തിൽ പ്രവർത്തിക്കാനേ പാടില്ല കേട്ടോ. ചെറിയ തിന്മകൾക്ക് പോലും ജീവിതത്തെ തകർത്ത് കളയാൻ കഴിവുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ചെറിയൊരു തിന്മകൾക്ക് പോലും ജീവിതത്തിൽ വൻ തിരിച്ചടികൾ വരുത്തുവാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തിന്മകൾ പാടില്ല. നന്മകൾ പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് കേട്ടോ. അതുപോലെ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുക. നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ സൗഹൃദത്തെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല കേട്ടോ. ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. ആരെക്കുറിച്ചും മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക. ഒരാളെക്കുറിച്ചും മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക. അയാൾ നല്ലവനോ മോശക്കാരനോ ആണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ആരെക്കുറിച്ചും യാതൊന്നും മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ശരിക്ക് ഒപ്പം നിൽക്കുക കേട്ടോ. അതാണ് വേണ്ടത്. നന്മയ്ക്കൊപ്പം നിൽക്കുക.